നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. എത്രയോ കാലങ്ങളായി നമ്മുടെ അധരങ്ങളും ഹൃദയങ്ങളും ഏറ്റുപാടിയ പഴമയുടെ നറുഗന്ധം പകരുന്ന ഓർമ്മകളുമായി ഗാനങ്ങൾ, കാർമലഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ പ്രിയമുള്ളവരെ, ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ എപ്പിസോഡ് നിങ്ങൾക്കായി അർപ്പിക്കുമ്പോൾ ജപമാല രാജ്ഞിയുടെ സ്നേഹ ഓർമ്മകൾക്ക് മുൻപിൽ ഇന്ന് നമുക്ക് വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ഒരമ്മച്ചി, കോതമംഗലം രൂപതയിൽപ്പെട്ട വാഴക്കുളം സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് അംഗമായ റോസക്കുട്ടി ജേക്കബ് മടിപ്പാറ അമ്മച്ചി നമ്മളോടൊപ്പമുണ്ട്. കാർമലഗീതങ്ങളിൽ പഴമയുടെ സ്നേഹ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ, പഴമയുടെ വണക്കമാസപ്പാട്ടുകൾ പാടുവാൻ അമ്മച്ചി നമ്മോടൊപ്പമുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ പ്രിയപ്പെട്ട റോസക്കുട്ടി അമ്മച്ചി ഈ കാർമലഗീതങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ അമ്മച്ചിയെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അമ്മച്ചി ഇവിടെ ഇരിക്കുന്നത് ഈ പ്രേക്ഷകർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. ലക്ഷോപലക്ഷം ജനങ്ങൾ, അവരുടെ കുടുംബങ്ങൾ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവാം, ഇതേതായിരിക്കും ഈ അമ്മച്ചി. തീർച്ചയായും അമ്മച്ചി ഒത്തിരി സന്തോഷമുണ്ട്. അമ്മച്ചിയോടൊപ്പം ആ പഴമയുടെ ഗാനങ്ങൾ പാടുവാൻ, മാതാവിനെ പ്രകീർത്തിക്കുവാൻ ഇതാ ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ട്. നമുക്ക് മാതാവിൻ്റെ ഒരു പാട്ട് പാടാം. അമ്മച്ചി ഏതാ പാടുക? നന്മ നിറഞ്ഞൊരമ്മേ. നന്മ നിറഞ്ഞൊരമ്മേ. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ മാതാവിനെ പ്രകീർത്തിച്ച് ആ പാട്ട് പാടാം. നന്മ നിറഞ്ഞൊരമ്മേ, അതിധന്യേ അതിധന്യേ രാജകന്യേ. നന്മ നിറഞ്ഞൊരമ്മേ, അതിധന്യേ അതിധന്യേ രാജകന്യേ. നന്മ നിറഞ്ഞൊരമ്മേ.
മറിയമേ നന്മ നിറഞ്ഞോരമ്മേ അതിധന്യേ അതിധന്യേ രാജകന്യേ നന്മ നിറഞ്ഞോരമ്മേ. അമ്മച്ചി, ഞങ്ങൾ ഈ പാട്ടിൽ ലയിച്ച് സന്തോഷിച്ചിരിക്കുകയോ ചെയ്ത് കേട്ട് അങ്ങനെ ഇരിക്കുക. അമ്മച്ചിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 84 വയസ്സ് കഴിഞ്ഞു. 84 വയസ്സ് കഴിഞ്ഞു അല്ലേ? ഒരുപാട് സുഹൃതം ചെയ്ത അമ്മച്ചിയാ. അമ്മച്ചി ഈ എത്ര വയസ്സിലാണ് അമ്മച്ചി പാട്ടൊക്കെ തുടങ്ങിയത്? 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടെല്ലാം പാടാൻ തുടങ്ങി. 4ാം ക്ലാസ് മുതൽ പാടാൻ തുടങ്ങി. അതിന് മുമ്പ് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാന വായിക്കുമായിരുന്നു. പാന വായിക്കുമായിരുന്നു. അന്ന് കുഞ്ഞുനാളിലൊക്കെ ഈ മാതാവിന്റെ പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെ പാടാം. അന്നത്തെ പാട്ടൊക്കെ ഇപ്പൊക്കെ മറന്നുപോയി. എത്ര നല്ല ഈശോനാഥ മേരി സ്വർഗരാജ്ഞി മാതാവേ എന്നുള്ള പാട്ട്. അതൊക്കെയായിരുന്നു അന്നത്തെ പാട്ട്. മേരി സ്വർഗരാജ്ഞി മാതാവേ. അപ്പോൾ വണക്കമാസമൊക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ ജപമാല മാസമൊക്കെ വരുമ്പോൾ വലിയ ആഘോഷമല്ലായിരുന്നു? ജപമാലയ്ക്ക് ആഘോഷങ്ങളൊന്നുമില്ല. 31 ദിവസം പള്ളിയിലെ കൊണ്ടനമസ്കാരം കാണും, ഉണ്ടാവും. അത് കൂടും. മുറ്റത്താ പള്ളിയുടെ ഇറയത്തിരുന്ന നമസ്കാരം കൂടും. അതുപോലെ അടുത്ത പള്ളി. പിന്നെ വണക്കമാസമൊക്കെ എങ്ങനെയായിരുന്നു? വണക്കമാസം തൊട്ടടുത്തൊരു കപ്പേളയപ്പ, അന്നത്തെ കുരിശും തൊട്ടി എന്നാ പറയുന്നത്. കുരിശും തൊട്ടി അവിടെ ഈ ടൗണല്ല എന്ന് പറഞ്ഞ അങ്ങാടിയിലുള്ള പിള്ളേർ നടുക്ക കുരിശും തൊട്ടി ചുറ്റും വീടുകൾ എല്ലാവരും കൂടെ അവിടെ പോയി പൂക്കളൊക്കെ കുറച്ച് അന്ന് തലേനാൾ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു. തലേനാൾ വണക്കമാസത്തിന് മുമ്പ് തലേനാൾ വായിക്കും. തലേനാൾ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം മേലെ പൂക്കളെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി കൊട്ടയം കൊണ്ട് പോയി ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പറിച്ചുകൊണ്ട് എല്ലാവരും കൊണ്ടുവന്ന് അത് കോർത്ത് കുരിശും തൊട്ടിലെ മാതാവിനെ ആദ്യം ഇടും. അത് കഴിഞ്ഞ് പള്ളിയിലെ മാതാവിനും കൊണ്ട് ഇടും. 31 ദിവസം മാല കോർത്തിടും. 31 ദിവസവും മാല കോർത്ത് മാതാവിന് സമർപ്പിക്കും. മാല കോർക്കാൻ പൂവില്ലാത്തവരാണ് ഈ ഒരു കൊങ്ങിണിയുടെ പൂവെങ്കിലും പറിച്ചു കൊണ്ട് മാതാവിന്റെ വെച്ച വണക്കവാസം വായിക്കുള്ളൂ. അന്ന് ഒരു പൂവെന്ന് പോലും ഒരു കൊങ്ങിണിയുടെ പൂവെങ്കിലും പച്ചപ്പൂ വെക്കും. പച്ചപ്പൂ തന്നെ വേണം, അത് തന്നെ വെക്കും. അങ്ങനെ വണക്കവാസം വെക്കും. ഓരോ ദിവസവും പുതിയ പൂക്കൾ വെക്കും. എല്ലാ ദിവസവും പൂ മാറും അല്ലേ? ചെമ്പരത്തിപ്പൂവ്, പവിഴമുല്ല, നമ്പ്യാറ് വട്ടം, ഗന്ധരാജൻ, കട്ടമുല്ല, ഇതൊക്കെയാണ് പറിച്ചു കൊണ്ടുവന്ന് കോർത്തിടുന്നത്. അമ്മച്ചി, ആ ഓർമ്മകൾ പോലും എന്തൊരു സന്തോഷമല്ലേ? അയ്യോ, അന്നത്തെ ഇതൊന്നും ഇപ്പം ഇല്ല. ഇന്നിപ്പോ വണക്കമാസം അങ്ങനെ അതിനെക്കുറിച്ച് ഇന്നൊക്കെ കാണുമ്പോൾ അമ്മച്ചിയുടെ മനസ്സിൽ എന്താ തോന്നുക? എനിക്ക് അന്നത്തെ കാലത്തുള്ള വണക്കമാസം പ്രാർത്ഥന ഇഷ്ടം. പ്രിയമുള്ളവരെ, വണക്കമാസ ആചരണത്തിന്റെ ധന്യത ഓരോ ദിവസവും പുതിയ പുഷ്പങ്ങൾ പറിച്ചെടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഒത്തിരി ഭക്തി ആദരവോടുകൂടി വണക്കമാസം ആചരിച്ചിരുന്ന ഓർമ്മകൾ ഇന്നത്തെ തലമുറയുടെ അതിവേഗതയെ നോക്കി ഈ അമ്മച്ചി നൊമ്പരപ്പെടുകയാണ്. ഈ അമ്മച്ചി മാത്രമല്ല, പഴയ തലമുറകൾ, നമ്മുടെ പൂർവികർ മുഴുവൻ ഏറെ നൊമ്പരത്തോടെ കാണുന്ന കാഴ്ചയാണത്. അന്ന് പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് മുന്നേറിയപ്പോൾ ആ അമ്മയുടെ സ്നേഹവാത്സല്യം ഉണർന്നുയർവായി ഹൃദയത്തിൽ പകർത്തിയപ്പോൾ പരിശുദ്ധ അമ്മ നയിച്ചു നന്മയുടെ പാതയിൽ, വിശുദ്ധിയുടെ പാതയിൽ, ഹൃദയസ്നേഹത്തിൻ്റെ ഭാഷയിൽ അമ്മ പരിപാലിക്കുകയായിരുന്നു. അമ്മച്ചി, നമുക്ക് വണക്കമാസത്തിൻ്റെ അന്നത്തെ പാട്ടുകൾ അമ്മച്ചി ഓർക്കുന്നുണ്ടോ? വണക്കമാസം കഴിയുമ്പോൾ പാടുന്ന പാട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? പാട്ട് പാടിയിട്ട് വണക്കമാസം കഴിഞ്ഞാൽ പുതുമ വായിക്കും. പുതുമ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജപം. വണക്കമാസം ചൊല്ലിക്കഴിഞ്ഞ് പുതുമ വായിക്കും, അതിനുശേഷം ജപം ചൊല്ലിക്കഴിഞ്ഞ് ജപം കഴിഞ്ഞിട്ട് പാട്ട് പാടില്ല. ജപം കഴിഞ്ഞിട്ട് ലുത്തീനുണ്ട്. ലുത്തീനൊക്കെ കഴിഞ്ഞിട്ട് സുഹൃദേപം കഴിച്ച് സൽക്രിയം പറയും. ആ സൽക്രിയക്കകത്ത് ഒരേ ദിവസം ഒരേ കൂട്ടം പറയും. ഓരോ ദിവസം ചെയ്യേണ്ട കാര്യം സൽക്രിയ പറയും. അതിനകത്ത് പറയും, നാളെ മാതാവിന് പൂക്കൾ പറിച്ച് ചാർത്തണം, നാളെ കഴിഞ്ഞ് ഒരു ഭിക്ഷക്കാരന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരേത് പറയും. ഒരേ ദിവസം ഒരേ തരത്തിലുള്ള ഇതുകളാണ്. അപ്പം അതുപോലെയൊക്കെ ചെയ്യും. എന്നിട്ട് സൽക്രിയ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മാതാവിൻ്റെ പാട്ട് പാടും. നല്ല മാതാവേ ഒന്ന് പാടുവോ? പാടാം. ജോബിനെ, നമുക്ക് നല്ല മാതാവിൻ്റെ പാട്ട് എന്തൊരു സൗഭാഗ്യമാണ്. ഈ പഴയ ആ ഓർമ്മകളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പാട്ടൊക്കെ പാടാൻ കേൾക്കാൻ കഴിയുക തന്നെ. നമുക്കൊന്ന് കേൾക്കാം.
മാരിയേ നിർമ്മല യൗസേപ്പീതാവേ നല്ല മാതാവേ മാരിയേ നിർമ്മല യൗസേപ്പീതാവേ നിങ്ങളുടെ പദപങ്കജത്തിൻ ഞങ്ങളെ വറ്റിത കുമ്പിടുന്നേ ആത്മാചാരീരേന്ദ്രിയങ്ങളായ നിസ്മരണാദിവശങ്ങളെയും ആയവറ്റിൻ പല കർമ്മങ്ങളും പോയതുമുള്ളതും മേലിലേതും കണ്ണു തിരിച്ചു കടാക്ഷിച്ചതിൽ ധന്യതു സർവമാകറ്റിക്കൊണ്ട് പുണ്യമായുള്ളതോ കഥാവറ്റാൽ ധന്യരായി ഞങ്ങളെ ആക്കിടുവിൻ മുമ്പിനാൽ ഞങ്ങളെ കാത്തുവന്ന തുമ്പൻ താരും ദുഷ്ടപദകരാ ചെയ്താന്മാർ ഞങ്ങളെ കാത്തിടുകിൽ ചത്താലും ഞങ്ങൾക്കതിഷ്ടമല്ല ആ ദുഷ്ടർ ഞങ്ങളെ കാത്തിടുകിൽ ആ കഷ്ടം ഞങ്ങളെ ദുഷ്ടരാക്കി ഇമ്പം കാണിച്ചു പ്രിയം വരുത്തി പിമ്പവർ ഞങ്ങളെ നാശമാക്കും അയ്യോ മാതാവേ പിതാവേ യവേറ്റേ അയ്യായിരങ്കാതം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളുടെ പുത്രനോ ചേർത്തു കൊള്ളിൻ പഴമയുടെ ശീലുകൾ ഹൃദയത്തിൽ ഓർമ്മകളായി നിറയുന്നില്ലേ? മുമ്പിനാൽ ഞങ്ങളെ കാത്തുവന്ന തുമ്പം തരും ദുഷ്ടർ പാതകരാം. ചെയ്ത്താന്മാർ ഞങ്ങളെ കാത്തിടുകിൽ ചത്താലും ഞങ്ങൾക്കതിഷ്ടമല്ല. കണ്ടോ പഴയ പ്രാർത്ഥനയുടെ ആ ആഴവും അർത്ഥവും. ഇമ്പം കാണിച്ചു പ്രിയം വരുത്തി പിമ്പവർ ഞങ്ങളെ നാശമാക്കും. അയ്യോ മാതാവേ പിതാവേ അവറ്റെ 5000 കാതം ദൂരെയാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളുടെ പുത്രന് ചേർത്തുകൊള്ളുവിൻ. വണക്കമാസ ആചരണം കഴിഞ്ഞ് പാടിയിരുന്ന ആ ശൈലികളാണ് നമ്മൾ കേട്ടത്. പ്രിയമുള്ളവരെ, എത്രയോ അർത്ഥവത്തായ ശൈലികളാണത്. അതൊക്കെ മറന്ന് ആധുനികതയുടെ കുത്തൊഴുക്കിലുള്ള നമ്മുടെ പ്രയാണം തിരിച്ചു വരുവാൻ ഈ പഴയകാല ജീവിതങ്ങൾ, ഈ ധന്യജീവിതങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളെ, വഴിമാറല്ലേ. പരിശുദ്ധ അമ്മയിലേക്ക്, പരിശുദ്ധ മാതാവിലേക്ക് ചേർന്നെടുക്കുവാൻ ഈ അമ്മച്ചിയെ പോലെയുള്ള അനേകം അമ്മച്ചിമാർ നമ്മോട് പറയുമ്പോൾ അത് ശ്രവിക്കുന്നത് ജീവിതത്തിന് ഏറ്റവും ഗുണകരമല്ലേ പ്രിയമുള്ളവരെ? അമ്മച്ചി,
അമ്മച്ചി വന്നിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ബന്ദിങ്ങയൊക്കെ അണിഞ്ഞ് ആ ശുഭ്രവസ്ത്രധാരണയായി ചട്ടയും മുണ്ടൊക്കെ ധരിച്ച്. പണ്ടൊക്കെ അമ്മച്ചിയുടെയൊക്കെ ഓർമ്മയുള്ള വേഷവിധാനം ഇത് തന്നെയായിരുന്നോ? ഇല്ല, കെട്ടിക്കുന്നതിന് ഒരു വർഷം മുമ്പ് പാവാടയും ബ്ലൗസുമായിരുന്നു. കെട്ടിക്കുന്നതിന് ഒരു വർഷം മുമ്പ് പാവാടയും ബ്ലൗസുമായിരുന്നു. പിന്നെ കെട്ടിക്കുമ്പോഴൊക്കെ വേഷം എന്തായിരുന്നു? ചട്ടയും മുണ്ടും കവണി. ചട്ടയും മുണ്ടും കവണിയും ധരിച്ചാണ് വിവാഹ വേദിയിലേക്ക് കടന്നു വന്നത് അല്ലേ? നെറ്റും പൊടിയും വെച്ച്. നെറ്റും മുടിയുണ്ട്. അത് തന്നെ കാണുന്നത് അന്ന് ആ കൗമാര യൗവന ജീവിതങ്ങളൊക്കെ ചട്ടയും മുണ്ടൊക്കെ ധരിച്ച് വരുമ്പോൾ ആ ക്രിസ്തീയ കുടുംബത്തിൻ്റെ ആ പച്ചപ്പ് ഇല്ലേ? ആട്ടെ, അമ്മച്ചിയോട് ചോദിക്കട്ടെ, അമ്മച്ചിയൊക്കെ നോക്കിക്കാണുന്ന ചുറ്റുപാടുകൾ ഇന്നത്തെ കാലത്ത്, ഞാൻ തുറന്ന് ചോദിക്കുകയാണ്, ഇന്നത്തെ തലമുറകളിലുള്ള വേഷവിധാനങ്ങളെക്കുറിച്ച് മറ്റൊന്നും കൊണ്ടുമല്ല, പഴയ കാലങ്ങളിലുള്ള ആൾക്കാരുടെയൊക്കെ ഒരു അഭിപ്രായം കിട്ടാലോ എന്ന് കരുതിയാ. അമ്മച്ചിയുടെ അഭിപ്രായം എന്താ? എൻ്റെ കാലത്തുള്ള വേഷത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അന്നത്തെ അടക്കമൊതുക്കമുള്ള വേഷങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ വേഷങ്ങൾ പിള്ളേർ ഇറക്കം കുറേ പാവാടയും ഇറക്കയില്ലാതെ ബനിയനും ചുരിദാറും ഒക്കെ ഇട്ടാണ് നടക്കുന്നത്. എനിക്ക് ആ വേഷത്തിലുള്ള ആളല്ല. അമ്മച്ചിയുടെ വ്യക്തിപരമായ അഭിപ്രായം അത്. അതെ. അപ്പോൾ പെൺകുട്ടികൾ പ്രത്യേകിച്ച് എങ്ങനെയൊക്കെ നടക്കണമെന്ന അമ്മച്ചിയുടെ അഭിപ്രായം? പെൺകുട്ടികൾ നല്ല അടക്കമൊതുക്കത്തിൽ നടക്കണം. നല്ല പാവാടയും ബ്ലൗസും ഒക്കെ ഇറക്കമുള്ള പാവാടയും ബ്ലൗസും ഇടുക. ചുരിദാറൊക്കെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പക്ഷേ അത് എപ്പോഴും മറ്റുള്ളവരെ തിന്മയുടെ സന്ദേശം കൊടുക്കാതെ നന്മയുടെ പാത നയിക്കണം. അതല്ലേ അമ്മച്ചി പറഞ്ഞു വരുന്നത്? അതെ, തീർച്ചയായും അമ്മച്ചി പ്രാർത്ഥിക്കുക. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് അത്രമാത്രം സ്വീകരിക്കുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ നല്ല ഒരു മാതൃകയുടെ വക്താക്കളായി നമ്മുടെ മക്കൾ മാറുവാനുള്ള പ്രാർത്ഥന അമ്മച്ചിയൊക്കെ ശക്തമായി പ്രാർത്ഥിക്കണം എന്നേ പറയേണ്ടതുള്ളൂ. അമ്മച്ചി, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, അമ്മച്ചി ഈ ധരിച്ചിരിക്കുന്ന വെന്തിങ്ങ എന്താണ്? ഈ വെന്തിങ്ങ ധരിക്കുന്നതിൻ്റെ ഉള്ളടക്കം എന്താ? വെന്തിങ്ങ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഉത്തിരീയമാണ്. അത് ധരിച്ച് നടന്നാൽ നമുക്ക് ഒരു നാശനഷ്ടങ്ങളും ഉണ്ടാകുകയില്ല. മാതാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. വെന്തിങ്ങ ധരിച്ച് കിടന്നാൽ മാതാവ് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഏത് സമയത്തും. ഉത്തിരീയത്തോളം വലുതൊന്നുമില്ല. പ്രിയമുള്ളവരെ, അമ്മച്ചി പറഞ്ഞ ഒരു സാക്ഷ്യാനുഭവം ഓർക്കുകയാണ്. അമ്മച്ചി പറഞ്ഞ കാര്യം ഇതാണ്, ഉത്തിരീയം വെന്തിങ്ങ എന്നത് പരിശുദ്ധ മാതാവിൻ്റെ ആഭരണമാണ്. അത് ധരിക്കുന്ന മക്കളെ അമ്മ എപ്പോഴും ചേർന്ന് പുലുകി കാവൽ നിൽക്കും എന്നാണ് അമ്മച്ചി പറയുന്നത്. ഇന്ന് നമുക്ക് ചുറ്റുപാടുകളിലേക്ക് നോക്കാം. ഏതെല്ലാം വേഷവിധാനങ്ങൾ, ഏതെല്ലാം ആഭരണങ്ങൾ. അവിടെ ഇതാ പരിശുദ്ധ കർമ്മലനാഥ നൽകുന്ന ഉത്തിരീയത്തെക്കുറിച്ച് അമ്മ നമ്മോട് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഏറ്റുവാങ്ങാം. ഉത്തിരീയം ധരിക്കുന്ന മക്കളെ പരിശുദ്ധ കർമ്മലനാഥ, ആ നല്ല അമ്മ എപ്പോഴും സംരക്ഷിക്കുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ പതിയട്ടെ. അമ്മച്ചി, വീണ്ടും ചോദിക്കട്ടെ, ഇന്ന് അമ്മച്ചി ഇങ്ങോട്ട് പോരുമ്പോൾ പള്ളിയിലൊക്കെ പോയി അച്ഛനോടൊക്കെ പറഞ്ഞൊക്കെയാണ് പോകുന്നത്? ഞാൻ പള്ളിയിൽ പോയി കുർബാന കണ്ട് വികാരിയച്ഛനോട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ആരാ വികാരിയച്ഛൻ? ഞങ്ങളുടെ വികാരിയച്ഛൻ ഫാദർ കുര്യാക്കോസ് കൊടകലിൽ. ഫാദർ കുര്യാക്കോസ് കൊടകലിൽ വികാരിയച്ഛൻ. അച്ഛൻ്റെ അടുത്ത് പോയി അമ്മച്ചി എന്ത് പറഞ്ഞു? അച്ഛനോട് ഞാൻ പറഞ്ഞിങ്ങനെ എന്നെ ശാലോമിലേക്ക് പാടാനായിട്ട് കൊണ്ടുപോകാണ്. പഴയ കാലങ്ങളൊക്കെ ചോദിക്കാനും വേണ്ടിയിട്ട്. അയ്യോ, റോസ്കുടി ചേച്ചി ഭാഗ്യമുള്ള മാതാവിൻ്റെ മകളാകട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ഐശ്വര്യങ്ങളും തന്നു. മാതാവിൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മാതാവിനോടും ഞാൻ യാചിച്ചു, അമ്മേ, ഞാൻ പാടാൻ പോകുന്ന അമ്മയുടെ സ്തുതിഗീതങ്ങൾ എനിക്ക് നല്ലവണ്ണം പാടാനും അത് സേവിക്കാനുള്ള ശക്തി എനിക്ക് തരണമേ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചു. എൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് അച്ഛനെ വിട്ടത്. പ്രിയമുള്ളവരെ, എത്രയോ മഹനീയ മാതൃകയാണത്. ഒരമ്മച്ചി ഇവിടെ ഈ പ്രോഗ്രാം ഷൂട്ടിങ്ങിന് പോരുന്നതിന് മുമ്പ് ഇടവക പള്ളിയിൽ ചെന്നു, വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു. വികാരി അച്ഛനായ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊടകലിൽ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി, പ്രാർത്ഥന വാങ്ങി തിരിച്ച് പോരുമ്പോൾ, ഇവിടേക്ക് തിരിക്കുമ്പോൾ തിരിച്ചറിയാം നമുക്ക് അതൊക്കെ ഒരു മഹനീയമായ മാതൃകയല്ലേ. നമ്മുടെ ഇടവക വികാരിയുടെ ഇവിടെ പോകുമ്പോഴും അവിടെ ചെന്ന് അനുഗ്രഹം വാങ്ങി ആശീർവാദം വാങ്ങി നീങ്ങുമ്പോൾ അത് ദൈവീക ജ്ഞാനത്തിന് നിറവായി മാറുന്നു. കാരണം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മക്കളാ, സ്നേഹമക്കളാ വൈദികര്. അതുകൊണ്ടല്ലേ വൈദികരുടെ രാജ്ഞി എന്ന്
അമ്മയെ വിശേഷിപ്പിക്കുക. മാത്രമോ നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കാളികളായ വൈദികരെ ആദരിക്കുക, സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെയാണ് ഈ അമ്മച്ചിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. അംബികേ നാദേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. ക്രൂബന്മാർ പേരുണ്ടേതമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ. ക്രൂബന്മാർ പേരുണ്ടേതമേ, സ്വർഗീയ മന്നതൻ പൊൻപാത്രമേ. കാൽ കുഴയുമ്പോൾ ഒരാശ്രയം നീ, ഞങ്ങൾ കേകണമേ. അംബികേ നാദേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മച്ചിയെ പോലുള്ള നല്ല മാതൃകകൾ ഇനിയും ഞങ്ങൾക്കൊക്കെ വഴികാട്ടികളായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എത്രയോ നനുത്ത അനുഭവങ്ങൾ ഞങ്ങൾ ശ്രവിക്കുകയായിരുന്നു. പഴമയുടെ സുഹൃത പുണ്യങ്ങളൊക്കെ എങ്ങോ പോയി മറഞ്ഞ തിരക്കിലാണ് ഞങ്ങൾ ഓരോരുത്തരും. എന്തിനൊക്കെയോ പരക്കം പായുന്ന ഈ തലമുറകൾ എന്തോ നേടാൻ വേണ്ടി, പല നേട്ടങ്ങൾക്കും വേണ്ടി ഓടുമ്പോൾ ദൈവിക വരപ്രസാദത്തിൻ്റെ സ്നേഹ ഒഴുക്കുകൾ ഞങ്ങൾ മറന്നുപോകുന്നു. പ്രാർത്ഥനയും വണക്കമാസ ആചരണവും ഉത്തിരീയ ഭക്തിയും ഒക്കെ സുഹൃതപുണ്യങ്ങളായി ഹൃദയത്തിൽ നിറയ്ക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധ മാതാവേ, കർമ്മലനാഥേ, ഉത്തിരീയനാഥേ, അമ്മ ഞങ്ങളെ അവിടുത്തെ ഉത്തിരീയത്തിൽ പൊതിഞ്ഞ് നന്മ നിറഞ്ഞ പാതയിൽ നയിക്കണമേ. ആമേൻ. ദൈവജനനീയം നാദേ, എരിതിയിൽ നീ
മുൾപടർപ്പേ കാവലായി തീരണമെന്നാത്മാവിൽ കന്മഷമെല്ലാം കഴുകിടണേ. അംബികേ നാദേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. അംബികേ നാദേ കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ.